എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാനും വളരെ കത്തോലിക്ക വിശ്വാസത്തിൽ എന്നെ വളർത്തിയ ഒരു മാതാപിതാക്കളാണ് എനിക്കുണ്ടായിരുന്നത്. ചെറുപ്പം മുതൽ ഞാൻ പള്ളിയുടെ കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു. ദൈവത്തോട് പ്രത്യേക ഒരടുപ്പം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ജീവിതത്തിലുടനീളം ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനയും അനുഗ്രഹവും എന്നോടൊപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വിവാഹശേഷമാണ് ഞാൻ ദുബൈയിലേക്ക് വരുന്നത്. ദുബൈയിലെത്തിയതിന് ശേഷവും ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും, ഇപ്പം ഞങ്ങളുടെ ജോലിയുടെ കാര്യം, കുടുംബജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ വളർച്ച, എല്ലാ അവസരങ്ങളിലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണവും പരിപാലനയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രാർത്ഥനയുടെ ഐക്യം, അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമെന്ന് എനിക്ക് നല്ല ഒരു ബോധ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. നവീകരണ പ്രസ്ഥാനവുമായിട്ട് എത്ര വർഷമായി ബന്ധമുണ്ട്? സത്യത്തിൽ ഞങ്ങൾ ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുർബാനയും പള്ളിയിലെ ശുശ്രൂഷകൾ, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ ഒതുങ്ങി നിന്ന ഒരു ആധ്യാത്മിക ജീവിതമായിരുന്നു ഞങ്ങളുടേത്. പിന്നീട് നമ്മുടെ ദുബായിലെ കരിസ്മാറ്റിക് ടീമിൻ്റെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറുകളിൽ മുടങ്ങാതെ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങി. ആ സമയത്താണ് കർത്താവിനെ ശക്തമായിട്ട് നമ്മളെങ്ങനെ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രത്യേക ഒരു അനുഭവം, ആ അനുഭവത്തിലേക്ക് കടന്നു പോകാനായിട്ട് ദൈവം ഒരു അവസരം തന്നു. വളരെയധികം ആയിരങ്ങൾ ഒരുമിച്ച് നിന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നതും ഒരേ മനസ്സോടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും കിട്ടുന്ന ആ ഫലങ്ങളുടെ ബോധ്യം, ഒരു വലിയ ബോധ്യം. അവിടെ എല്ലാവരും കൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പം ദൈവം അവിടെ ഇറങ്ങി വരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ നിറയുന്നു. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നിറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു അവസരം തന്ന അത് വലിയൊരു അനുഭവമായിരുന്നു ജീവിതത്തിലെ. അതിനുശേഷം കൂടുതൽ വചനം പഠിക്കാനും പേഴ്സണൽ പ്രയറിലോട്ട് കൂടുതൽ സമയം കണ്ടെത്താനും ഒക്കെ ഈ കരിസ്മാറ്റിക് പ്രയറാണ് ഒരു ഇൻസ്പിറേഷൻ തന്നത്. പിന്നീട് നമ്മുടെ 2012 വട്ടായിലച്ഛൻ്റെ ഒരു ധ്യാനം ദുബൈയിൽ നടക്കുകയുണ്ടായി. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെയധികം എന്നെ സ്പർശിച്ചു. പ്രത്യേകിച്ച് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചു. അതുപോലൊപ്പം തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യം, ആ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് വളരെ ശക്തമായ ബോധ്യങ്ങളാണ് കിട്ടിയത്. ആത്മാവിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം എന്നൊരു ബോധ്യം വട്ടായിലച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ബിൻസി പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു ഉദാഹരണം പ്രേക്ഷകർക്ക് വിവരിക്കാമോ? തീർച്ചയായിട്ടും. കാരണം അച്ഛൻ ആ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത്, എനിക്ക് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കുടുംബത്തിൽ തന്നെ വളരെ അധപതനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കസിൻ എനിക്കുണ്ടായിരുന്നു. അവന് നല്ലൊരു കുടുംബത്തിലാണ്, അവൻ്റെ അമ്മ അധ്യാപികയാണ്, അവന് ഗവൺമെൻറ്റിലെ നല്ലൊരു ജോലിയുള്ള പയ്യനാണ്. പക്ഷേ മദ്യപാനത്തിന് അടിമയായിപ്പോയി. ആ മദ്യപാനത്തിൻ്റെ എല്ലാവിധമായ തിക്തഫലങ്ങളും ആ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുടുംബം തകർന്നു, ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം അവൻ്റെ കൂടെ അമ്മയ്ക്ക് പോലും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് തകർന്ന മാനസിക നിലയുമായിട്ട് അവൻ കഴിഞ്ഞുകൂടുകയാണ്. ആ ഒരവസ്ഥയിൽ അവൻ്റെ മുഖമാണ് പെട്ടെന്ന് എനിക്ക്, അതുപോലെ തന്നെ ആ അമ്മയുടെ വേദന, ആ ഭാര്യയുടെ വിഷമം, ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇതെല്ലാം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലോട്ട് എനിക്ക് എൻ്റെ വേദനയായിട്ട് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയൊരു കൃപ ആ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനമെടുത്തു, എനിക്കിവൻ്റെ ആത്മാവിനെ രക്ഷിക്കണം, ഈ ആത്മാവ് നശിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ ശക്തമായിട്ട് നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവന് വേണ്ടി. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, അവനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ബിൻസി ഏറ്റെടുത്തിരുന്ന ദൗത്യം എത്ര വലുതാണെന്നുള്ളൊരു ബോധ്യം അന്നുണ്ടായിരുന്നു. എഫേസോസ് 6:12 നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നതെന്ന്. അപ്പോൾ എത്രത്തോളം വലിയ ഒരു ആത്മീയ പോരാട്ടത്തിനാണ് ബിൻസി അന്ന് തുടക്കം കുറിച്ചതെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നു. സത്യത്തിൽ പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു. അതിനുശേഷം അപ്പോഴാണ് വീണ്ടും വട്ടായിലച്ഛൻ്റെ പ്രസംഗങ്ങൾ ഞാൻ CD വഴി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് വചനം പഠിക്കണം, വചനത്തിൻ്റെ ശക്തി എത്രത്തോളം എനിക്ക് വേണം എന്നാൽ മാത്രമേ, കാരണം അപ്പോഴാണ് എനിക്ക് ബോധ്യം കിട്ടിയത്, ഞാൻ ചെയ്യുന്നതൊരു യുദ്ധമാണ്. അപ്പോൾ ഇത് തിന്മയുടെ ശക്തിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് എൻ്റെ കയ്യിലൊരു ആയുധം വേണം, അതിന് വേണ്ട ഒരുക്കം വേണം.
പക്ഷേ ആ സമയത്ത് ആദ്യം എൻ്റെ കയ്യിൽ എനിക്കുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ എഫേസോസുകാരുടെ ലേഖനത്തിൽ വീണ്ടും പറയുന്നത് പോലെ രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നമ്മുടെ കയ്യിൽ വേണം. അതല്ലാതെ എനിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പടവെട്ടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എനിക്ക് ബോധ്യമായി. ആ സമയത്ത് ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ബൈബിൾ പഠിക്കണം, അതിനായിട്ടുള്ളൊരു തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ആദ്യം വരുന്നത്. എനിക്ക് ബൈബിൾ വായിക്കുമെങ്കിലും അങ്ങനെ വചനങ്ങളൊന്നും ഓർത്തിരിക്കാനോ ആരോടെങ്കിലും പറയുവാനോ ഒന്നും അന്ന് സാധിക്കുമായിരുന്നില്ല. എങ്ങനെ പഠിക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ പ്രെയർ ഗ്രൂപ്പിൽ അന്ന് ശാന്തി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിൻ്റെ ഒരു സാക്ഷ്യം കേൾക്കാൻ സാധിച്ചു. സിസ്റ്റർ ബൈബിൾ ക്വിസ് മത്സരങ്ങളിലൂടെ ബൈബിൾ പഠിക്കുകയും അതിനുശേഷം ഇന്ന് ശക്തിയായിട്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷകയായിട്ട് ഇന്ന് നമ്മുടെ ദുബൈയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ സാക്ഷ്യം എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാനും ഇത്രയും നാൾ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ പഠിച്ചു, എന്നാൽ ഇനിയുള്ള എൻ്റെ ജീവിതം എന്തുകൊണ്ട് വചനം പഠിച്ചുകൂടാ, ദൈവത്തിനെ പറ്റി നന്നായിട്ട് പഠിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ച് എനിക്ക് ഇതുപോലെ ബൈബിൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കണം, അങ്ങനെ വചനം പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്ത് എൻ്റെ ആ ഒരു സമ്മതവും ആഗ്രഹവും അത് ഞാൻ അങ്ങോട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ തന്നെ ദൈവം അത്ഭുതകരമായിട്ട് ഓരോ വഴികൾ എൻ്റെ മുന്നിൽ തുറന്നു തരാൻ തുടങ്ങി. ഞാൻ ഉടൻ തന്നെ അവിടെ UAE ഇൻ്റർ പാരിഷ് ബൈബിൾ ക്വിസിൻ്റെ മത്സരത്തിലേക്ക് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. ആ സമയത്ത് അതുപോലെ തന്നെ ജീസസ് യൂത്തിൻ്റെ കുറേ ഓൺലൈൻ ബൈബിൾ ക്വിസ് മത്സരങ്ങൾ, കൂട്ടായ്മയിലെ ബൈബിൾ ക്വിസ് മത്സരങ്ങൾ, ഇതിലെല്ലാം ഞാൻ അടുപ്പിച്ച് പങ്കെടുത്തു. അതിലെല്ലാം ദൈവം എനിക്ക് വിജയം തന്ന് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തരികയായിരുന്നു. ആ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം സത്യത്തിൽ എനിക്ക് വിവരിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ ഭയങ്കര ഒരു ശക്തി, സാമീപ്യം, ഇതെല്ലാം ഞാൻ അനുഭവിക്കുകയായിരുന്നു. അതായത് ജെറമിയ 15:16 പറയുന്നുണ്ട്, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനത് ഭക്ഷിച്ചു, എനിക്കത് ആനന്ദാമൃതമായി, അത് എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷവും. കാരണം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. ശരിക്കും ജീവനുള്ള ഒരു ദൈവത്തെ ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ സമയത്ത്. ആ സമയത്താണ് വീണ്ടും നമ്മുടെ 2013 നായിക്കപ്പറമ്പിൽ അച്ഛൻ്റെ ധ്യാനം പള്ളിയിൽ വരുന്നത്. ഈ വചനം പഠിച്ച് ആ തീക്ഷ്ണതയോടുകൂടിയാണ് ഞാൻ ആ ധ്യാനത്തിൽ വളരെ ഒരുങ്ങിപ്പോവുകയാണ് ധ്യാനം പങ്കെടുക്കാനായിട്ട്. ആ ധ്യാനത്തിൻ്റെ അവസരങ്ങളിൽ ഞാൻ കേട്ട വചനങ്ങളെല്ലാം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. ആ വചനം തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നിപ്പിച്ചു, നീ എന്തിന് ബുക്കിൽ എഴുതിയിരിക്കുന്നു, ഈ വചനം മറ്റുള്ളവരിലോട്ട് എത്തിയാലല്ലേ അതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ വചനങ്ങളെല്ലാം ബൈബിൾ നോക്കി വൃത്തിയായിട്ട് എഴുതി. അതൊരു 100 വചനങ്ങൾ ശരിക്കും ഞാൻ എഴുതി തികച്ച് ആ സമയത്ത് ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ കൊടുക്കുകയുണ്ടായി. പക്ഷെ ആ ശക്തി അന്ന് ആ വചനം എഴുതിയ ദിവസം തന്നെ ഞങ്ങളുടെ വീട്ടിലുമൊക്കെ ഒരു ഭയങ്കര ദൈവസാന്നിധ്യവും ആ ഒരു അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഞാൻ വീണ്ടും ആ ധ്യാനത്തിൻ്റെ അവസരങ്ങളിൽ എൻ്റെ ആ കസിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ നാളുകൾ എത്രയും ഈ കസിനുള്ള പ്രാർത്ഥന നിർത്തിയിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ ദൈവത്തോട് ഒരിക്കലും ഈ കൂടുതൽ അധപതനത്തിലേക്ക് എൻ്റെ കസിൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി, അതുപോലെ ട്രാഡ പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. പക്ഷേ തിരിച്ചു വരും, കൂടി വന്ന 2 ആഴ്ച അല്ലെ 3 ആഴ്ച വീണ്ടും അവൻ കൂടുതൽ അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പക്ഷെ മടുക്കാതെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നൊരുറച്ച വിശ്വാസത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രയറിലും ഫാസ്റ്റിംഗ് പ്രയറുകളിൽ പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ധ്യാനത്തിന് ചെന്നു. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. ആ ധ്യാനത്തിൻ്റെ 2-ാം ദിവസം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവൻ എന്തോ ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ട്, അവന് എല്ലാവരോടും വന്ന് മാപ്പ് പറഞ്ഞു, അവനും ഒരു പുതിയ മനുഷ്യനാവണം, എനിക്ക് ഇത് കൂടി നിർത്തണം എന്നൊക്കെ അവനൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന വീണ്ടും ശക്തമായിട്ട് തുടർന്നു. ആ ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അവനൊരു നെഞ്ചുവേദന വരികയും ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ആ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ വരികയാണ്. ആദ്യത്തെ ധ്യാനം കഴിഞ്ഞുള്ള ആദ്യത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ്. ആ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് ശക്തമായിട്ട് അവനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഈ നിമിഷം ഇവിടുന്ന് ഈ ഫ്ലൈറ്റിൽ കയറി അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിലേക്ക്, കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു അവനവിടെ കടന്നിരുന്നത്. കട്ടിലിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ശരിക്കും അമ്മയുടെ വേദന മുഴുവൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവ്, ഈ നിമിഷം നീ
ഇവിടുന്ന് ആ ഫ്ലൈറ്റിൽ കയറി പോകണം, അവനെ ചെന്ന് സുഖപ്പെടുത്തണം, അവനിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ശക്തികളെയും നീ പുറത്താക്കണം. പിന്നീട് ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ പിന്നെ കാണുന്നത് ഒരു ഫ്ലൈറ്റിൽ കർത്താവ് പോകുന്നു. കർത്താവ് പോയിട്ട് അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ചെന്ന് വാതിൽ കൊട്ടുന്നു. അവൻ തുറക്കുന്നില്ല. ശക്തമായിട്ട് കർത്താവ് അത് തുറന്ന് അകത്തേക്ക് കയറി ഒരു വാളെടുക്കുന്നു. ആ മുറി നിറഞ്ഞു നിൽക്കുന്ന തിന്മയുടെ കുറേ ഈവിൾ സ്പിരിറ്റ്സ്, ചെറിയ ചെറിയ ഒരു ശക്തികളാണ്. അതിനെ മുഴുവൻ തട്ടി വാളുകൊണ്ട് വെട്ടി നിരപ്പാക്കുകയാണ്. ആ സമയത്ത് പേടിച്ചരണ്ട് ഇവൻ നിൽക്കുന്നു. പക്ഷേ കർത്താവ് എല്ലാ ശക്തികളെയും വെട്ടി അവസാനം അവൻ്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയോ വെട്ടിയിറക്കിയ ഒരു യുദ്ധം കഴിയുന്ന ഒരു പ്രതീതി. പിന്നീട് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ കണ്ട് ഞാൻ കണ്ണു തുറക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയുണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ ഭാവനയിൽ കണ്ടു, അപ്പം ദൈവം എന്തെങ്കിലും ഈ സമയത്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം ഇത് ദൈവം കാണിച്ചത് ഒരു ദർശനമാണ്, ഇതുവഴി കർത്താവ് അവനിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധ്യം അന്നേരം ഉണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇല്ല, ഇതൊരു ദർശനമാണോ അതോ ഞാൻ തന്നെ ഇമാജിൻ ചെയ്തതാണോ എന്നൊന്നും വേർതിരിച്ചറിയാനൊന്നും എനിക്ക് അത്രയ്ക്കുള്ള അറിവുകളൊന്നും അന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസമുണ്ട്, ദൈവം ഇത് കേൾക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. അത് 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പം പെട്ടെന്ന് അമ്മ പറയുകയാണ്, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, അവന് ഭയങ്കരമായൊരു മാറ്റം സംഭവിച്ചു. എന്താണെന്ന് അറിയില്ല, കാരണം ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല, നാട്ടിലൊന്നും ആർക്കും അറിയില്ല ഞാൻ ഇത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പം അവന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം കംപ്ലീറ്റ് ആളങ്ങ് മാറിയിരിക്കുകയാണ് എന്ന് ഭയങ്കര ഒരു വ്യത്യാസമെന്ന് പറഞ്ഞു. ഇതിനോട് സംസാരിക്കണം അവനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം നിർത്താതെ അവൻ പറയുകയാണ്, ഞാനിങ്ങനെ വളരെ അവസ്ഥകളിലൂടെ, ഭയങ്കര ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയി, പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസം ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ വളരെ വയലൻ്റായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് മേശപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു ബൈബിൾ അവിടെ ഇരുന്ന് കത്തുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. പിന്നീട് ഞാൻ കാണുന്നത് ഒരു ഫ്ലൈറ്റ് കടന്നു വരുന്നു, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു വരുന്നു. ആ ഫ്ലൈറ്റ് വന്ന് നിന്നിട്ട് ആരോ ഒരാൾ എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വാളെടുത്ത് അടിക്കുക, ഉപദ്രവിക്കുക. എന്നെ കൊല്ലാൻ വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും വെച്ച് കരഞ്ഞു, കൂവി. അപ്പത്തേനും മമ്മി എൻ്റെ കയ്യിൽ ഒരു കൊന്തയെടുത്ത് തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ശക്തമായിട്ട്. ഞാൻ കിടുങ്ങി വിറച്ചുകൊണ്ടിരുന്നു. കുറേ നേരങ്ങൾക്ക് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം സംഭവിച്ചു. ഇനി എനിക്ക് പുതിയൊരാളാകണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റ് പറ്റിയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് പുതിയ ആളാണ്, ഇനി ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ അവനെ കുറേ ഉപദേശിച്ചു, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും നമ്മൾ അമ്മയോട് ചെയ്ത ഒരിക്കലും ഇനി അമ്മയെ നീ വേദനിപ്പിക്കരുത്, കാരണം നമുക്ക് തന്നേക്കുന്ന ഈ ജീവൻ ഒത്തിരി വിലപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. ആ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പം നമ്മുടെ മരണം മറ്റുള്ളവർക്ക് ഒരിക്കലും അത് നീ ഒരു ശപിക്കപ്പെട്ട ജന്മമായിട്ട് നീ മരിക്കരുത്, നമ്മുടെ ജീവിതത്തിന് ഒത്തിരി വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഞാൻ കണ്ടത്. അവൻ 1 വർഷമായിട്ട് അന്ന് മുതൽ ഒരു നല്ല മനുഷ്യനായിട്ട് ഒരുപാട് മാറി. അവനെന്നും ഡെയിലി കുർബാനയ്ക്ക് പോകുന്നു. അവൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാം, അവൻ്റെ ഭാര്യ തിരിച്ചു വന്നു, കുഞ്ഞുണ്ട്, ജോലിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായി, വളരെ സന്തോഷകരമായിട്ട് ഇന്ന് അവർ ജീവിക്കുന്നു. ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. അതിനായിട്ടൊരു ദിവസം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണെങ്കിലും ഇന്ന് ശാലോം പ്രേക്ഷകരോട്, ഇത്ര ആളുകളുടെ മുന്നിൽ എനിക്കിത് പറയാൻ സാധിച്ചതിന്, ഇങ്ങനൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളിൽ പ്രാർത്ഥിക്കുന്ന പലരും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകൾ, പ്രത്യേകിച്ച് ഒരു അമ്മയുടെ വേദന അതുപോലെ ഉൾക്കൊണ്ടും ഒരു ഭാര്യയുടെ വേദനയും ഉൾക്കൊണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ എങ്ങനെയാണ് ബിൻസിക്ക് കിട്ടിയത്? ചെറുപ്പം മുതൽ എനിക്ക് മറ്റുള്ളവർ എൻ്റെ മുന്നിൽ സങ്കടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. അതുപോലെ എനിക്ക് ചെറിയ കാര്യങ്ങൾ പോലും ഞാനങ്ങ് കരയുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം അമ്മ എൻ്റെ ഭവനത്തിൽ എന്നെ ഒരുപാട് ഓമനിച്ചാണ് എന്നെ വളർത്തിയത്. ഒരു കാര്യത്തിന് പോലും ഞാൻ വിഷമം അനുഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബജീവിതത്തിലോട്ട് ഞാൻ പ്രവേശിച്ചപ്പോഴും എനിക്ക് അതേ ഒരു സംരക്ഷണം, എൻ്റെ മാതാപിതാക്കൾ തന്ന ഒരു സംരക്ഷണമാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയിരുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിന് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ആ സംരക്ഷണം, എനിക്ക് ദൈവം തരുന്ന ഈ സ്നേഹം, അത് അറിയുമ്പം ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ മുന്നിൽ ദൈവത്തെ അറിയാതെ, അതുപോലെ തന്നെ ജീവിതം വളരെ നിസ്സാരമായിട്ട് കണ്ട് പരസ്പരം
പിണങ്ങി ജീവിതം ഒരു നരകമാക്കി തീർക്കുന്ന കുടുംബങ്ങളെ കാണുമ്പം കർത്താവെ എനിക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ എന്താ നിനക്ക് തരിക എന്നൊരു ചോദ്യം എൻ്റെ എപ്പോഴും ഉള്ളിൽ വരുമായിരുന്നു. ആ ചോദ്യത്തിനൊരു ഉത്തരവാണ് എനിക്ക് ഈ ധ്യാനങ്ങളിലൂടെ കിട്ടുന്ന ബോധ്യം. നീ പ്രാർത്ഥിക്കുക, മറ്റുള്ള കുടുംബങ്ങളെ അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഒരു വിഷമം, മറ്റുള്ളവരുടെ വിഷമം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതെനിക്കറിയാം, അതെല്ലാവർക്കും സാധിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ കൃപ എനിക്ക് തന്നത്. അത് ഉപയോഗിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്.